ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പം ഞാൻ ഗോവയിലെ അടുത്ത വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ ബൈക്ക് എടുത്ത് കറങ്ങുകയാണെങ്കിൽ കാണാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇതുപോലെയുള്ള ബിൽഡിങ്ങുകൾ, വീടുകൾ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. കുറച്ച് സ്ട്രീറ്റ് വ്യൂസ് കുറച്ച് കാണാനുണ്ട്. കാണാൻ നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ വന്നു, ഞങ്ങളുടെ സ്ഥിരം പരിപാടി, ഞങ്ങൾ ഫോട്ടോഷൂട്ട് എടുത്ത് കുറച്ച് ഫോട്ടോ കാര്യങ്ങളും വീഡിയോകളൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ഗോവയിൽ വരികയാണെങ്കിൽ ബൈക്ക് എടുത്ത് കറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ പാക്കേജിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ല. പാക്കേജിൻ്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഞങ്ങളെടുത്ത പാക്കേജിൻ്റെയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ സ്ഥലമൊക്കെ ഒരുപാട് റീൽസിലും മറ്റും വന്നിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാ കേരളത്തിൽ കൂടെയുള്ള ഒരു യാത്രയായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അത് ഗോവയുടെ മിക്ക സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ചെന്നപ്പോൾ അനുഭവപ്പെട്ടൊരു കാര്യം തന്നെ കേട്ടോ. മിക്ക ഊട് വഴി കൂടെ ഞങ്ങൾ പോയപ്പോൾ പക്കാ കേരളത്തിൽ കൂടെ സ്കൂട്ടർ ഓടിച്ച് പോകുന്നൊരു ഫീലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറെക്കുറെ അങ്ങനെ തോന്നിയത് കേട്ടോ. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഒരുപാട് റീൽസിലും കാര്യത്തിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ബൈക്കിലായിട്ട് വരുമ്പോൾ മാക്സിമം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ നോക്കാം. നമുക്കിങ്ങനെ ഒരു പ്ലാനോടുകൂടി യാത്ര ചെയ്യാതെ നമുക്ക് എവിടെയൊക്കെ പോകാൻ പറ്റും, ഏതൊക്കെ മുക്കിലും മുലയിലും പോകാൻ പറ്റും, അവിടെയൊക്കെ ഫുള്ള് കറങ്ങിയിട്ട് വരും. ബൈക്കായിട്ട് വരുമ്പോൾ ഏറ്റവും നല്ല കാര്യം അതായിരിക്കും. പിന്നെ ഞങ്ങൾ നേരെ പോയത് അഞ്ജുന എന്ന് പറഞ്ഞ ബീച്ചിലായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബീച്ചും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അവിടെ ഞങ്ങൾക്ക് മെയിൻ ഒരു അട്രാക്ഷനായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലടിച്ച് കറക്കാതിരിക്കാൻ, ടാൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൺസ്ക്രീനൊക്കെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ ഹസ്ബൻഡിന് സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ തേച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തേക്കുന്നുണ്ട്, ഞാൻ മാത്രമേ തേക്കാത്തുള്ളൂ. നമുക്കിതൊക്കെ എന്ത് മുളന്ത് തീ കുരുത്തത് വെയിലത്ത് പാടില്ലെന്നല്ലേ. ഞാൻ ഇതൊന്നും തേച്ചില്ല. അവരെല്ലാവരും സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ തേച്ച് സെറ്റായിട്ടാണ് നടക്കണം കേട്ടോ. മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പാറപ്പുറമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഈ പാറപ്പുറയുടെ അടിഭാഗം മൊത്തം ഇങ്ങനെ ഹോളായിട്ടാണ്. അതായത് അവിടുന്ന് തിരമാല അടിച്ചു കഴിഞ്ഞാൽ ഈ പാറയുടെ അടിയിൽ കൂടെ വന്നിട്ട് ഈ പാറയുടെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്, അതിൽ കൂടെ എല്ലാം മുകളിലേക്ക് വെള്ളം ഇങ്ങനെ തെറിക്കും. നല്ലൊരു രസമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ചുമ്മാ അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ അടിയിൽ കൂടെ ഇങ്ങനെ ഭയങ്കര ഫോഴ്സിലാണ് തിരമാല വരുന്നതെന്നുണ്ടെങ്കിൽ അടിയിൽ കൂടെ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ തെറിച്ച് വരും. ഇവരെല്ലാവരും വെള്ളത്തിൽ നനഞ്ഞു കേട്ടോ. നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. പിന്നെ എന്തോ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മോർണിംഗ് ടൈം ആയ കാരണം ഭയങ്കര വെയിലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞങ്ങളവിടെ സമയം ചിലവഴിച്ചു. അവിടുന്ന് നേരെ ഞങ്ങൾ വേറൊരു ബീച്ചിലേക്ക് പോയത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ വഴിയൊക്കെ ഇങ്ങനെ വെള്ളം മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡായിട്ട് വരും. പിന്നെ എവിടെ ചെന്നാലും നമ്മുടെ സ്ഥിരം പരിപാടി ഫോട്ടോഷൂട്ടും കാര്യങ്ങളും. അപ്പോൾ മാക്സിമം ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് കറങ്ങി നടന്നു. അങ്ങനെ കൂടെ 2 കുട്ടികൾ ചെറുതുള്ള കാരണം ഒരു ഊഞ്ഞാലാടാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ആടി അവിടെയൊക്കെ മാക്സിമം എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോയത് ചപ്പോറ ഫോർട്ടിലേക്കായിരുന്നു കേട്ടോ. ചപ്പോറ ഫോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് ദൂരം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ടാണ് പോണത്. ഇനി അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഗോവയിൽ എവിടെ ചെന്നാലും കാണുന്ന ഒരു സംഭവമാണ് ഇതുപോലെ ശംഖുകൾ കൊണ്ടുള്ള കുറേ സാധനങ്ങൾ, അതേപോലെ മുത്ത് ചേർത്ത് വെച്ചിട്ടുള്ള കുറേ മാലകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഗോവയിൽ എവിടെ ചെന്നാലും കാണുന്നൊരു സംഭവം തന്നെയാണ്. പിന്നെ ചപ്പോറ ഫോർട്ടിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത്യാവശ്യം കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലമൊക്കെ തന്നെ ആയിരിക്കുമെന്ന് കരുതി. പക്ഷേ ഈ സ്റ്റെപ്പ് മുഴുവൻ കയറി ഞങ്ങൾ മേളിൽ ചെന്നപ്പോൾ ഞങ്ങൾക്കങ്ങനെ പറയാൻ മാത്രമുള്ള ഒരു ഫീലിങ്ങിലുള്ളൊരു സാധനമൊന്നും കാണാൻ പറ്റിയില്ല. കാരണം ചുമ്മാ ഒരു കോട്ട, ഒരു ചുറ്റുമതിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിലങ്ങനെ പ്രത്യേകിച്ച് കാണാൻ മാത്രമുള്ള ഭംഗിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളത് താഴെ ബീച്ചിലേക്കുള്ളൊരു വ്യൂ ഉണ്ട്, അത് മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. ഈ ഫോർട്ടിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് ഓപ്പണായിട്ട് തന്നെയാണ് കിടക്കുന്നത്. വൈകിട്ട് 5 മണി വരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള അനുമതി ഉള്ളൂന്ന് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ചുമ്മാ കയറിയിട്ട് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ആ ബീച്ചിലേക്കുള്ള വ്യൂ മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നിരുന്നത്. അല്ലാതെ ഈ കോട്ടയുടെ ഉള്ളിൽ കാണാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയും ഞങ്ങൾ വളരെ കുറച്ച് നേരം സമയം ചിലവഴിച്ചുള്ളൂ. കാരണം അവിടെ ഇരിക്കാൻ മാത്രം, അല്ലെങ്കിൽ ഒരുപാട് നേരം സമയം കളയാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എല്ലാവരും തിരിച്ച് കയറാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് നേരെ അടുത്തൊരു ബീച്ചുണ്ട്, ഒരു തൊട്ടടുത്ത് തന്നെ വേറൊരു ബീച്ചും കൂടെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആ മേളിൽ നിന്ന് നോക്കിയപ്പോൾ താഴേക്ക് കണ്ട ഒരു ബീച്ചുണ്ടല്ലോ, ആ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ നേരെ ഇനിയിപ്പോൾ അടുത്തത് അങ്ങോട്ടാണ് പോണത്. ആ ബീച്ചിലേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ നോക്കാം.
ഗായ്സ്, ഇതാണ് ഞങ്ങളിവിടെ വന്ന മഹേഷ്, ഇത് ദൃശ്യ, ഇത് ജാഫർ CHY. ഇയാൾക്ക് സ്വന്തമായിട്ട് ചാനലൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങൾ പുട്ടിന്റെ വൈഫ്, ഇത് പുട്ട്. ഇപ്പൊ നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ്. ഇവിടെ നല്ല കളക്ഷൻ ഉണ്ടെന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇവിടെ സമയം ചിലവഴിച്ചിട്ട് ഈ ബീച്ചിൽ ഒരുപാട് നേരം ഞങ്ങൾ സമയം ചിലവഴിച്ചു. കാരണം കടലിൽ കളിക്കാറെന്ന് പറഞ്ഞാൽ അതൊരു രസമുള്ള പരിപാടിയാണ്. ഞങ്ങൾ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് അവരെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. രണ്ടുപേരുടെയും ഫോട്ടോഷൂട്ട്, പിന്നെ സിംഗിളായിട്ടുള്ള ഫോട്ടോഷൂട്ട് വേറെ, എൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ട്, അങ്ങനെ ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വളരെ ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ രാത്രി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മൾ മല്ലു റെസ്റ്റോറൻറ്റിൽ തന്നെയായിരുന്നു ഡിന്നറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ നൈറ്റാണ്. നമ്മൾ പാക്കേജിൽ എടുത്തിട്ടുള്ളത് 2 നൈറ്റും 2 പകലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ വന്നന്ന് ഒരു നൈറ്റ് നമ്മളവിടെ ഉറങ്ങി. നേരം വെളുത്ത് നമ്മൾ ഫുൾ കറങ്ങി. ഇന്ന് രണ്ടാമത്തെ നൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ നൈറ്റിലേക്കുള്ള റൂമും കാര്യങ്ങൾ നമ്മൾ ഇവിടുത്തെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് കാലത്ത് നമ്മൾ വെക്കേറ്റാണ്. നമ്മൾ റൂം ഒഴിവാക്കി വെക്കുമ്പോൾ നമുക്ക് ബാഗും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ഇത്രയും ദൂരം ഇനിയൊരു ദിവസം ഫുള്ള് കറങ്ങാനുണ്ട്. അപ്പം നമുക്ക് അതിന് പറ്റില്ല. അപ്പം നമുക്ക് ഒരു ഓഫർ അവർ തന്നിട്ടുണ്ടായിരുന്നു. ആ ഓഫറല്ല, നമ്മളോട് അവർ പറഞ്ഞു ഇവിടുത്തെ റിസപ്ഷനിൽ നിങ്ങളുടെ ബാഗും കാര്യങ്ങളും നിങ്ങളുടെ ഫുൾ സാധനങ്ങളും ബാഗും സാധനങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ട് ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് കറങ്ങുക. കാരണം ഞങ്ങൾക്ക് രാത്രി 12 മണിക്ക് ശേഷമാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഞങ്ങൾക്ക് ഇവിടെ റിസപ്ഷനിൽ ഒരു സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫുൾ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത്, ഈവനിങ്ങിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് തൊട്ട് പുറകിൽ ബാത്റൂമും കാര്യങ്ങളുണ്ട്. റൂമായിട്ട് കിട്ടില്ല. തൊട്ട് പുറകിൽ ഒരു ബാത്റൂമും കാര്യങ്ങളുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പൂളും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് കുളിക്കണമെങ്കിൽ കുളിച്ച് ഫ്രഷ് ആവാം, ഡ്രസ്സ് മാറണമെങ്കിൽ ഡ്രസ്സ് മാറാം. കാരണം രാത്രിയാണ് വണ്ടി, നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി 12 മണിക്ക് ശേഷമേ വരുള്ളൂ. അപ്പോൾ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പകലിലെ രണ്ടാമത്തെ ദിവസത്തിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്കൂട്ടർ എടുത്തു. അപ്പോൾ അവർ നമുക്ക് ഒരു പ്ലാൻ തന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം എവിടെ പോകണം, അങ്ങനെയുള്ള കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറെക്കുറെ ഞങ്ങൾ അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് പോയത്. അപ്പം നമുക്ക് അതുതന്നെ വേണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ സമയങ്ങൾ നമുക്ക് ക്രമീകരിച്ചിട്ട്, അതായത് നമ്മൾ അവിടെ പോയിട്ട് തിരിച്ച് ഇവിടെ വരുമ്പോഴേക്കുള്ള സമയം കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ അവരുടെ ഐഡിയയിൽ ഇത്രയും ദിവസത്തെ എക്സ്പീരിയൻസിൽ അവരും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിൽ തന്നെയാണ് ഞങ്ങളും പോയത് കേട്ടോ. പിന്നെ ബീച്ച് സൈഡ് വിട്ട് ഈ ടൗൺ ഏരിയയും വിട്ട് കുറച്ച് ഉള്ളേരിയയിലൊക്കെ കണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുന്നൊരു ഫീൽ തന്നെയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുന്ന ഒരു ഫീൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പരമാവധി അവിടെ ബൈക്കിൽ റൈഡ് ചെയ്തിട്ട് മാക്സിമം എൻജോയ് ചെയ്തു. എല്ലാവരും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പം ഞങ്ങൾ നേരെ പോകുന്നത് ഒരു ഫോർട്ടിലേക്കാണ്. അഗോഡ ഫോർട്ട് എന്നാണ് അതിൻ്റെ പേര്. ഫുഡാണല്ലോ നമുക്ക് മെയിൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. എന്നിട്ട് വേണം നമുക്ക് അഗോഡ ഹോട്ടലിലൊക്കെ പോകേണ്ടത്. അപ്പോൾ കാലത്ത് നമുക്കവർ ഇഡ്ഡലിയും സാമ്പാറൊക്കെ തന്നെയാണ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ 1-2 ഐറ്റംസ് ഉണ്ടാവും കേട്ടോ. ഇഡ്ഡലി, ദോശ, അങ്ങനെ 2 ഐറ്റം, ഉപ്പുമാവ്, അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ അഗോഡ ഫോർട്ടിലേക്കുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നുള്ളത് നോക്കാം. ഇതുപോലെ ഈ ചെങ്കല്ല് വെച്ച് കണ്ടിട്ട് പണിത കുറച്ച് കെട്ടിടങ്ങൾ കണ്ടു. കുറച്ച് പുരാതന കെട്ടിടങ്ങൾ, പള്ളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾ വണ്ടി നിർത്തിയൊന്നുമില്ല. അപ്പോൾ ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്കത് നോക്കിയിട്ട് ഒരു പള്ളിയുടെ ഒരു ഇതായിട്ടാണ് ഫീൽ ചെയ്തത്. ഇത് ഞങ്ങൾ അഗോഡയിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയൊരു ഹിൽ സ്റ്റേഷനൊക്കെ ഉണ്ട്. അത് കയറിയിട്ട് വേണം അഗോഡയിലേക്ക് പോകാൻ. അപ്പോൾ അഗോഡയിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് അതിൻ്റെ ശേഷമുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.